ഡിവൈഎഫ്ഐ മാർച്ച് നടക്കുകയാണ് PSC ഓഫീസിൽ ആലപ്പുഴയിൽ. അതിലേക്ക് ചോദ്യപേപ്പർ മാറി നൽകിയതിനെ തുടർന്ന് PSC പരീക്ഷ റദ്ദാക്കിയിരുന്നു. ഇതിനെതിരെയാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ഷാജഹാൻ കൂടി ചേരുന്നുണ്ട്. ഷാജഹാൻ, ഇപ്പോൾ ഈ ചോദ്യപേപ്പർ മാറി നൽകിയതിനെ തുടർന്നാണ് ഈ പരീക്ഷ റദ്ദാക്കിയത്. ഇതിനെതിരെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ നടക്കുന്നത്. എന്താണ് അവിടെ നിന്നുള്ള നിലവിലെ വിവരങ്ങൾ? തീർച്ചയായിട്ടും അവധിക ഇന്നിപ്പോൾ രാവിലെയാണ് ഈ പരീക്ഷയെ തുടർന്ന് PSC പരീക്ഷയെ തുടർന്ന് ചോദ്യപേപ്പർ പരസ്പരം മാറിപ്പോയത്. ഉച്ചയ്ക്ക് ശേഷം നടക്കേണ്ട പരീക്ഷയുടെ ചോദ്യപേപ്പർ രാവിലെ നൽകുകയും രാവിലെ ചോദ്യപേപ്പർ പല സ്ഥലങ്ങളിലും വിതരണം ചെയ്യുകയും ചെയ്തു. ആലപ്പുഴ ലജനത്തുൽ മുഹമ്മദിയ സ്കൂളിലായിരുന്നു ഇത്തരത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമുണ്ടായത്. ഇതേ തുടർന്നാണ് നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ കഴിയാതെ മടങ്ങിപ്പോകേണ്ടി വന്നു. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരം സംഭവമുണ്ട്. അതേ തുടർന്ന് PSC പരീക്ഷ തന്നെ റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ആലപ്പുഴയിലെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ PSC ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനം മാതൃക നടക്കുകയാണ്. പക്ഷേ എങ്കിലും ആലപ്പുഴയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധ സൂചകമായിട്ട് ഒരു പ്രതിഷേധ സമരം ആലപ്പുഴ PSC ഓഫീസിലേക്ക് നടന്നത്. അതിപ്പോൾ പോലീസ് തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരിയ തോതിൽ പോലീസുമായിട്ടുള്ള സംഘർഷമുണ്ടായതെങ്കിലും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഷാജഹാൻ, ഈ പരീക്ഷ റദ്ദാക്കിയത് മൂലം ഈ വളരെ ദൂരെ നിന്നൊക്കെ പരീക്ഷ എഴുതാനായിട്ട് എത്തിയ വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്, ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുണ്ട്. ഇവരൊക്കെ പരീക്ഷ റദ്ദാക്കിയത് കാരണം ഇവരൊക്കെ വലഞ്ഞൊരു സാഹചര്യത്തിലാണ്. അതായത് ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷയുടെ തീയതി പിന്നീട് അറിയിക്കുമെന്നാണ് ഈ PSC വൃത്തങ്ങളൊക്കെ അറിയിച്ചിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ഒരു അനാസ്ഥയല്ലേ ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായിട്ടും ആലപ്പുഴ ലജനത്തുൽ മുഹമ്മദിയ സ്കൂളിലാണ് ലീഗിന്റെ അധീനതയിലുള്ള ലീഗിന്റെ ജില്ലാ നേതൃത്വമൊക്കെയാണ് ഇതിന്റെ തലപ്പത്തുള്ളത്. അങ്ങനെ ഒരു സ്കൂളിലാണ് ഇങ്ങനെ ഗുരുതരമായിട്ടുള്ള ക്രമക്കേട് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ബോധപൂർവം സംഭവിച്ചതാണോ എന്നുള്ള ചോദ്യങ്ങളും പല ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു പ്രശ്നം തന്നെയാണ്. അവർക്ക് എല്ലാവർക്കും തന്നെ രാവിലെ പുലർച്ചെ മുതൽ തന്നെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും പരീക്ഷയ്ക്കായിട്ട് എത്തിയവർക്ക് അവർക്ക് സ്ഥലത്തെത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇപ്പോൾ കുട്ടികളെയൊക്കെ തന്നെ വിദ്യാർത്ഥികളെ സമരക്കാരെയൊക്കെ തന്നെ ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് ജീപ്പിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ PSC ഓഫീസിലേക്കായിരുന്നു ഇപ്പോൾ ഈ മാർച്ച് നടന്നത്. ഈ മാർച്ച് പോലീസ് തടയുകയും ഈ പോലീസ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പോലീസ് വളരെ ക്രൂരമായ രീതിയിൽ ജീപ്പിനുള്ളിലേക്ക് തള്ളി കയറ്റുന്നതിലുള്ള പ്രതിഷേധവും നമുക്ക് ഇന്നിടയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ പ്രതിഷേധ പ്രകടനം നടത്തുന്ന പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് അവിടെ നിന്നിപ്പോൾ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അവധിക വളരെ ക്രൂരമായ രീതിയിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് ജീപ്പിനുള്ളിലേക്ക് വലിച്ചു കയറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പോലീസ് വളരെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെക്കാൾ 3 ഇരട്ടി പോലീസ് ഇവിടെ വിന്യസിച്ചിരുന്നു. ആലപ്പുഴ നോർത്ത് സൗത്ത് പോലീസും ക്യാമ്പിലെ പോലീസുകാരും ഉണ്ടായിരുന്നു. ആലപ്പുഴ PSC ഓഫീസിലേക്കായിരുന്നു മാർച്ച് നടന്നത്. പോലീസ് ഈ ബാരിക്കേഡ് തീർത്തുകൊണ്ടാണ് ഇതിന് മുൻവശത്തെ തടസ്സം സൃഷ്ടിച്ചത്. അത് കടന്ന് ഉള്ളിലേക്ക് കയറാൻ ശ്രമിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരെയാണ് ഇപ്പോൾ ക്രൂരമായ രീതിയിൽ ജീപ്പിനുള്ളിലേക്ക് കയറ്റിക്കൊണ്ടും പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചത്. പ്രവർത്തകരെയൊക്കെ തന്നെ പൂർണ്ണമായിട്ടും ഇവിടെ നിന്ന് നീക്കം ചെയ്ത് കഴിഞ്ഞു. അവന്തിക.